ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്തോ കാര്യമായിട്ട് സംസാരിക്കാൻ വന്നതാണ്. ശരിക്കും ഞാൻ കാര്യമായിട്ട് സംസാരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ഇപ്പൊ അറിയായിരിക്കും, സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചില എന്താ പറയാ മെസ്സേജസും ചില വീഡിയോസും വീണ്ടും വൈറലായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ വൈറലിനൊരു ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാനാണ്. അപ്പൊ അതുകൊണ്ട് അതിനൊരു ക്ലാരിറ്റി എന്നുള്ളതല്ല, നഗ്ന സത്യം അങ്ങ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോ സംഭവം കഴിഞ്ഞ ദിവസം നമ്മള് അമ്മയും അങ്കിളും നാട്ടിൽ വന്ന സമയത്ത്, നാട്ടിലല്ല ഇവിടെ എറണാകുളത്ത് വന്ന സമയത്ത്, ഞാൻ കാഷ്വലി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് അമ്മ വരുമ്പോഴത്തേക്ക് അമ്മ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരും, നമ്മൾ അവിടെ പോയി ചായ കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട് വരാറുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അന്ന് വൈകുന്നേരം ഞാനും സെന്ദ്രേട്ടനും വൈകിട്ട് ഞങ്ങൾ എന്തൊക്കെയോ സ്നാക്സ് ഒക്കെ മേടിച്ചുകൊണ്ട് ചെന്ന് എന്നിട്ട് അമ്മ ചായ ഒക്കെ ഇട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്കിള് ചായ കുടിക്കില്ല, അത് വേറെ, അത് നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഞങ്ങളെല്ലാം ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു Q&A വീഡിയോയിനകത്ത് നമ്മൾ ഫുഡ് റൂട്ടീന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും എന്തോ ഇവരിങ്ങനെ രാവിലത്തെ ഫുഡ് ഇങ്ങനെ എഗ്ഗാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞപ്പം അതിന്റെ ഇടയിൽ ഞാൻ കയറി സംസാരിച്ച് ഇതിങ്ങനെ ക്ലാഷ് ആയി. അതായത് ബാക്കി അവരുടെ ഫുഡ് എന്താണ്, അവരുടെ ഉച്ചയ്ക്ക് എന്താണ് കഴിക്കുന്നത് എന്നുള്ളതൊന്നും പറഞ്ഞില്ല. ശരിക്കും അത് പറയാൻ പോലും ഉദ്ദേശിച്ചതല്ല. പക്ഷെ ഞാനത് അത്ര വലിയ കാര്യമായിട്ട് പറയണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാനത് കട്ട് ചെയ്ത സാധനം കുറെ പേര് കമന്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫുഡ് റൂട്ടീൻ എങ്ങനെയാണെന്ന്, അത് എന്താണ് ആ ഡയറ്റ്, അതൊന്ന് പറയൂ, അത് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ലല്ലോ എന്നൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, ഞാൻ എന്റെ ഇടയിൽ കയറി ഇന്റർഫിയർ ചെയ്തോണ്ടാണല്ലോ ആ പ്രശ്നം. അപ്പൊ ഈ നമ്മുടെ ഹോം ടൂർ ചെയ്യും, അതേപോലെ തന്നെ ഈ ഹോം ടൂർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി അമ്മ ഇല്ലാത്തൊരു സമയത്ത് അമ്മയുടെ ഒരു വീടിന്റെ, അമ്മ കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് വീടിന്റെ ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഇതേപോലെ എങ്ങനെയായിരുന്നു ആ വീട് ഇരുന്നത് എന്നുള്ളതൊക്കെ അന്നത്തെ വീഡിയോസ് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പം അങ്കിളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം, അങ്കിൾ വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, അതിപ്പോ ഒരു ആണാണെങ്കിലും ഒരു പെണ്ണാണെങ്കിലും നമ്മുടേതായ കുറെ രീതിയിലേക്ക് ആ വീടിനെ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കും. അറ്റ്ലീസ്റ്റ് നമ്മുടെ റൂം, നമ്മുടെ കിച്ചണൊക്കെ നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ അങ്കിൾ ഇവിടെ വന്നിട്ട് അങ്കിൾ കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് കുറെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തതാണ് ആ ഹോം ടൂറിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ അങ്ങ് ചെയ്താലോ എന്ന്. അതപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഇട്ടിരിക്കുന്ന വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സ്, ലിപ്സ്റ്റിക്ക് മാത്രം ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത്. അങ്ങനത്തെ ഒരു നോർമലി ഒരു വീട്ടിലിരിക്കുന്ന ഒരു ടീഷർട്ടും ഒരു പാൻറ് സൂട്ടുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അമ്മയാണെങ്കിലും അതേപോലെ തന്നെ അമ്മ അന്ന് വൈകുന്നേരം ഇതുണ്ടാക്കിയതും അന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കി, ഞങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി, അത് മട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ കുറച്ച് ടയേർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു ഞാനൊന്ന് ഒരുങ്ങിയിട്ട് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ഇത് കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്കല്ലേ, ഇതിൽ ഒരുങ്ങിയൊന്നും വേണ്ട, നമുക്ക് അങ്ങ് എടുക്കാം, ഞാനും ഒരുങ്ങിയിട്ടൊന്നുമില്ല, നമുക്ക് അങ്ങ് എടുക്കാം എന്നും പറഞ്ഞിരുന്നതാണ്. അപ്പം നോർമലി അമ്മ എപ്പോഴും നല്ല ഒരുങ്ങി സുന്ദരിയായിട്ടൊക്കെയാണ് നമ്മുടെ വീഡിയോസിലാണെങ്കിലും അമ്മ പുറത്ത് വീട്ടിലാണെങ്കിലും, ഞാൻ പറയില്ല, എപ്പോഴും നിന്നാലും അമ്മ നല്ല നല്ല മേക്കപ്പ് എന്നല്ല, പക്ഷെ നല്ല പ്രസന്റബിൾ ആയിട്ടാണ് അമ്മ നിൽക്കുന്നത്. പക്ഷെ അന്ന് അമ്മ ടയേർഡായിരുന്നു. ആഫ്റ്റർ കുറച്ച് ജോലിയൊക്കെ ചെയ്തതിന് ശേഷം അമ്മ കുറച്ച് ടയേർഡായിരുന്നു. അങ്ങനെ അപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് എന്നാ ശരി, നമുക്ക് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഒരുങ്ങാനൊന്നും നിൽക്കേണ്ട സമയമില്ല, എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, ഏട്ടനും പോണായിരുന്നു. അപ്പൊ ഏട്ടനാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് ഇങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ ഹോം ടൂർ ചെയ്യാനായിട്ട് നിന്നത്. അപ്പൊ അതിന് മുന്നേ ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിച്ച് നമ്മൾ പറയുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞ, അമ്മ എന്നാ ആ ഫുഡിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഫുഡ് റുട്ടീന്റെ കാര്യങ്ങൾ പറഞ്ഞത്. അത് വളരെ ജെനുവിൻലി ഫുഡ് എങ്ങനെയാണ്, ആ ഡയറ്റ് ഒന്ന് പറയാമോ, മേ ബി അവർക്ക് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവരുടെ ഡെയിലി ലൈഫിൽ അങ്ങനെ ചോദിച്ചതായിരിക്കും. നമ്മുടെ അടുത്തൊക്കെ സജഷൻ ചോദിക്കുള്ളൂ. ഇപ്പൊ എന്റെ 3:30 AM മോർണിംഗ് റുട്ടീൻ കണ്ടിട്ടുള്ള പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് എണീക്കുന്നത്, ആ സമയത്ത് എങ്ങനെ എണീക്കാൻ പറ്റും, അല്ലെങ്കിൽ എണീറ്റിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എണീക്കാൻ എന്ത് ചെയ്യണം, അങ്ങനെ കുറെ ടിപ്സ് ചോദിക്കുന്ന പോലെയാണ് ഞാനും വിചാരിച്ചത് ഡയറ്റ് അങ്ങനെ ചോദിച്ചതായിരിക്കും. അങ്ങനെ വളരെ സത്യസന്ധമായിട്ട്, പ്രത്യേകിച്ചും അങ്കിള് പറയുന്ന ഓരോ വാക്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ മനുഷ്യൻ എത്രത്തോളം ജെനുവിൻ ആണ്, എത്ര സത്യസന്ധമായിട്ടാണ്. ഇപ്പം ഒരു കാര്യം അങ്കിൾ അങ്ങനെ അല്ല എന്ന് പറയണില്ലേ. അപ്പൊ ഇതിലൊന്നും അങ്കിള് ഇന്റർഫിയർ ചെയ്ത്, ഞാൻ ഇന്നലെ നിനക്ക് ഫ്രൂട്ട്സ് മേടിച്ച് തന്നില്ലേ, ഇല്ലെങ്കിൽ ഇന്നലെ നിനക്ക് മാങ്ങയും ചക്കയും ഇവിടെ കൊണ്ട്, ഇപ്പൊ ഞാൻ അന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് പോലും ആ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിന്റെ അകത്ത് പൊമഗ്രനേറ്റ് ഉണ്ട്, മാങ്ങയുണ്ട്, പഴമുണ്ട്, ഇത്രയും സാധനങ്ങൾ അവിടെ ഇരിക്കുക. അപ്പം സംഭവം എന്ന് വെച്ചാൽ എന്റെ അമ്മ നോർമലി കഴിക്കുന്ന ഒരു രീതിയിൽ ഫ്രൂട്ട്സ് കഴിക്കുന്ന ആളല്ല. അതായത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് അച്ഛനും ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ അച്ഛന്റെ കട, അച്ഛൻ ഹോട്ടൽ ബിസിനസ് ആയിരുന്നു. അപ്പൊ അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കുറെ ഫ്രൂട്ട് ഷോപ്പ് ഉണ്ട്. അപ്പൊ അച്ഛൻ എന്ന് രാത്രി വരുമ്പോൾ ഒരു വലിയ കിറ്റ് നേരെ ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് വരും. മേ ബി ഓറഞ്ച് സീസൺ ആണെങ്കിൽ ഒരു 2 കിലോ ഓറഞ്ച് അല്ലെങ്കിൽ 3 കിലോ ഓറഞ്ച് കൊണ്ടുവന്ന രാത്രി ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരുന്ന് ആ ഓറഞ്ച് മൊത്തം തീർക്കും. അങ്ങനത്തെ
ടീമുകളാണ്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് ഫ്രൂട്ട്സിന്റെ ഇതിപ്പോ നമ്മളിപ്പോ കടയിൽ പോയാൽ എത്രയാ ഇപ്പൊ ഞാനൊക്കെ കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു 2 കിലോ ഓറഞ്ച് ഒന്നും ഞാൻ മേടിക്കത്തില്ല. എനിക്ക് ആവശ്യമുള്ള ഒരു 5 6 അല്ലെങ്കിൽ 10 ഓറഞ്ച് ഞാൻ മേടിക്കുമായിരിക്കും. അത്രേ. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നമുക്ക് ഒരു 2 3 4 ആപ്പിൾ മേടിക്കുമായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് കിലോ കണക്കിനുള്ള ഒരു കണക്ക് നമുക്കില്ല. അപ്പം അങ്കിളും അങ്ങനെയാണ്. അമ്മയ്ക്ക് ഇപ്പൊ അങ്കിളുടെ ഒരു രീതി എന്ന് വെച്ചാൽ ഓറഞ്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 10 ഓറഞ്ച് വാങ്ങിക്കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ വാങ്ങിക്കാം. അങ്ങനെ. കാരണം അങ്കിള് കഴിക്കാറില്ല ഫ്രൂട്ട്സ്. അത് അങ്കിളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പ്രത്യേകിച്ചും രോഹിത്ത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്കിളുടെ മൂത്ത മകൻ രോഹിത്ത് ഉള്ളത് പോളണ്ടിലാണ്. രോഹിത്തും വൈഫും ജസ്റ്റിനും ഇവർ രണ്ടുപേരും ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്കാണ്. ഇവർ രണ്ടുപേരും ലിഫ്റ്റ് ചെയ്യുന്ന വെയിറ്റും അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും എല്ലാം കണ്ടിട്ട് ഇതിൽ കുറെ റിസർച്ച് ചെയ്തിട്ടാണ് രോഹിത്ത് അങ്കിളിന്റെ അടുത്ത് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഡയറ്റ് ഫോളോ ചെയ്താൽ മതി. കാരണം അങ്കിളിന് കുറച്ച് കൊളസ്ട്രോൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കൊളസ്ട്രോളൊന്നും ഇത് കൂടാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ടച്ച് വുഡ് ഇതുവരെ അതിന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അങ്കിളുടെ കൊളസ്ട്രോൾ ലെവൽ കൂടുകയോ അല്ലെങ്കിൽ അങ്കിളുടെ ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഹീസ് വെരി ഹെൽത്തി. അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോ എന്തുകൊണ്ട് ഇവർക്ക് അത് കഴിക്കാൻ അങ്കിൾ ഓക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് അവരിത് വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല അങ്കിളിന്. ഇപ്പൊ എനിക്ക് എന്റെ അടുത്ത് എന്റെ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് ഞാൻ കീറ്റോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 മാസത്തോളം ഞാൻ ഈ പറയുന്ന പോലെ ഈ മീറ്റും അങ്ങനത്തെ ഭയങ്കര ഹെവി ഫാറ്റുള്ള കാര്യങ്ങൾ തന്നെ കഴിച്ച് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു. എന്നിട്ട് ഞാൻ ആ സംഭവം നിർത്തി. അപ്പം എല്ലാവർക്കും അത് പറ്റണം എന്നില്ല. പക്ഷെ എന്റെ കൂടെ എനിക്കറിയാവുന്ന പല ഫ്രണ്ട്സും കീറ്റോ കുറെ മാസങ്ങൾക്ക് ശേഷം ചെയ്ത് നല്ല റിസൾട്ട് വരുത്തിയവരും കീറ്റോ കൊണ്ട് മാത്രം വെയിറ്റ് ലോസ് ചെയ്തവരും ഉണ്ട്. അപ്പം ചിലർക്ക് അത് ഓക്കെ ആയിരിക്കും, ചിലർക്ക് അത് ഓക്കെ ആയിരിക്കില്ല. അങ്കിളിന് അത് പെർഫെക്റ്റ്ലി സ്യൂട്ട് ആവുന്നുണ്ട്. അങ്കിൾ ഹെൽത്തി ആയിട്ടും അങ്കിളിന് ആ ഡയറ്റ് കഴിക്കുന്നതിനോ അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ ദിവസവും മട്ടൺ അല്ലെങ്കിൽ എല്ലാ ദിവസവും ചിക്കൻ കഴിക്കുന്നതിനോ അല്ലെങ്കിൽ രാവിലെ എഗ്ഗ് കഴിക്കുന്നതിനോ അങ്കിളിന് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് അങ്കിൾ അത് കഴിക്കണം. ഒരിക്കൽ പോലും ഇത്രയും ദിവസം ഇപ്പം എത്രയാ ജാനുവരി 3 കല്യാണം കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആയിട്ടുണ്ട്. ഇത്രയും ദിവസത്തിനുള്ളിൽ ഒരു പ്രാവശ്യം പോലും അങ്കിളിന്റെ അടുത്ത് അങ്കിൾ ഒരിക്കലും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല നീ ഈ ഡയറ്റ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ, ഇങ്ങനെ നീ കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നും അങ്കിൾ പറഞ്ഞിട്ടില്ല. പിന്നെ അമ്മ എന്തുകൊണ്ടാണ് പിന്നെ ഇത് ചെയ്യുന്നത്, അമ്മ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് ഈ ഫുഡ് റൂട്ടീൻ കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമുക്കറിയാം കുറെ പേരുണ്ട് നമ്മുടെ ഈ ഡയറ്റ് നോക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻസ്റ്റയിൽ തന്നെ കുറെ റീൽസ് കാണുന്നതിലും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പേഴ്സണലി ഉള്ള ഒരുപാട് പേര്, അല്ലെങ്കിൽ എന്റെ സിസ്റ്റർ രാവിലെ കഴിക്കുന്നത് എഗ്ഗാണ്. ഒരുപാട് പേര് ചിലപ്പോൾ അതിന്റെ കൂടെ ഒരു ബ്രൗൺ ബ്രെഡ് കഴിക്കുമായിരിക്കും, അല്ലെങ്കിൽ വെറുതെ എഗ്ഗ് ആയിരിക്കും കഴിക്കുന്നത് ബോയിൽ ചെയ്ത്. അല്ലെങ്കിൽ എഗ്സ് കഴിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഡയറ്റിൽ അല്ലെങ്കിൽ രാവിലെ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ അത് ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ മനുഷ്യൻ കൊടുക്കുന്നത്. അല്ലാണ്ട് രാവിലെ പഴങ്കഞ്ഞി മാത്രം നീ കുടിച്ചാൽ മതി, അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നീ ഒന്നും കഴിക്കണ്ട, പട്ടിണിക്കല്ലല്ലോ ഇടുന്നത്. ഇത്രയും എന്താ പറയാ വില കൂടിയ നെയ്യിലൊക്കെ സോട്ട് ചെയ്ത് അവര് ഒരു 4 എഗ്ഗ് വീതമാണ് ഓരോ ദിവസം കഴിക്കുന്നത്. ഈ ഒരു ഹെൽത്തി ഒരു ഫുഡ് ഫോളോ ചെയ്തതിന് ശേഷം ടച്ച് വുഡ് ഞാൻ പറയുന്നു, എൻ്റെ അമ്മയുടെ ഹെൽത്ത് പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയിട്ടുണ്ട്. എൻ്റെ അമ്മ കല്യാണത്തിന് മുന്നേ അമ്മയ്ക്ക് കാലുവേദന, നടുവേദന, അമ്മയ്ക്ക് കാലിൽ സർജറി ചെയ്തിട്ടുള്ള ആളാണ് മുട്ടിൻ്റെ അവിടെ. അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇപ്പം നടക്കുന്നതിന് പ്രശ്നമില്ല. അമ്മയ്ക്ക് വേറെ അസിഡിറ്റി ഇഷ്യൂസും ഭയങ്കരമായിട്ട് അസിഡിറ്റിയുടെ ഒരു സർജറി കഴിഞ്ഞിട്ടുള്ള ആളായിരുന്നു. അതിൻ്റെ ഇഷ്യൂസ് ഇല്ല, പ്രശ്നങ്ങളും ഇല്ല. എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ഓക്കെ ആയി. അമ്മ ഇതുവരെ കല്യാണത്തിന് ശേഷം എനിക്ക് അയ്യോ മോളെ അവിടെ വേദനയുണ്ട്, ഇവിടെ വേദനയുണ്ട്, നടുവേദനയുണ്ട്, കാലുവേദനയുണ്ട്, കൈവേദനയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ എന്ത് മക്കളാണ്, നിങ്ങൾ എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടോന്ന്. ഞങ്ങളിവിടെ ഞങ്ങളുടെ അമ്മേനെ എപ്പോ വിളിക്കുന്നോ, എന്ത് വിളിക്കുന്നോ, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് എന്തൊക്കെ സംസാരിക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റുമോ. ഈവൻ ദോ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് എന്റെ യൂട്യൂബില് ഇനി ഇവിടെ വീഡിയോസ് ചെയ്യണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്റെ നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിലൊരു നമുക്കൊരു 3 കാറ്റഗറി ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഒരു കാറ്റഗറി എന്റെ പാട്ട് പാടുന്നത് ഇഷ്ടപ്പെട്ട് എന്റെ പാട്ടിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അതിലുള്ളത്. പാട്ട് പാടാനായിട്ട് അവർ റിക്വസ്റ്റ് ഇടാറുണ്ട്. എന്റെ പാട്ടിനെ എനിക്ക് എന്റെ ശബ്ദം സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ഞാൻ ആഗ്രഹിച്ചതും അങ്ങനെ ഒരു മേഖലയിൽ അറിയപ്പെടണമെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്തോഷം കണ്ടെത്താനാണ്. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ഫസ്റ്റ് 3:30 AM മോർണിംഗ് റുട്ടീനിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടാണ്. കാരണം ഞാനിപ്പോൾ അത് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 കൊല്ലം ആവുന്നുണ്ട്. അപ്പൊ ഈ ഇത്രയും നാൾക്കും ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് ഹൗസ് മെയ്ഡ് ഇല്ല. രാവിലെ വന്ന് എനിക്ക് കുക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ ബാഗിൻ്റെ അകത്ത് പെട്ടിയിലാക്കി തരാൻ വേണ്ടിയിട്ട് എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ രാവിലെ എണീറ്റ് ചെയ്യണം. ആൻഡ് നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഒരാളെ ഇവിടെ നിർത്തി ഇതെല്ലാം കുക്ക് ചെയ്യിപ്പിച്ചൊക്കെ പോകണമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരാളെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട്, പിന്നെ അവരുണ്ടാക്കുന്ന ഫുഡിന്റെ പ്രശ്നങ്ങളും, അങ്ങനെ പല
കാര്യങ്ങളും എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഡിസൈഡ് ചെയ്ത ഒരു കാര്യമാണ് 3:30 AM ഞാൻ എണീക്കുന്നതും ഞാൻ ഫുഡ് കുക്ക് ചെയ്ത് ഞാൻ എൻ്റെ ഫാമിലിയെ നോക്കി ഞാൻ പോവാനും ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം എൻ്റെ മാത്രം ഡിസിഷനാണ്. അങ്ങനെ ഞാൻ ഇടയ്ക്ക് നമ്മൾ നോർമലി നമ്മളൊരു കാര്യം ഇങ്ങനെ റുട്ടീൻ ഫോളോ ചെയ്ത് വരുമ്പോൾ നമ്മളൊന്ന് ഡള്ളാവും. കാരണം ഞാൻ എൻ്റെ വീഡിയോസിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എണീക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം ഇരുട്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു വീട്ടിൽ പോലും, ഞാനൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, അപ്പോൾ ഒരു ബിൽഡിങ്ങിൽ പോലും ഒരു ലൈറ്റ് പോലും ഞാൻ കാണാറില്ല. അപ്പൊ നോർമലി നമുക്ക് ഇതെന്താ ഞാൻ മാത്രം ഇങ്ങനെ എണീറ്റ് ഇത്രയും കഷ്ടപ്പെട്ട് പോകണമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ എവിടെയും ഈ 3:30 AM മോർണിംഗ് റുട്ടീനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനങ്ങളും ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടില്ല. ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ എടുത്ത് നമുക്ക് ചാനൽ ഇടാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കമന്റ് വരുമെന്നോ അല്ലെങ്കിൽ ഇത് ഈ 3:30 AM മോർണിംഗ് റുട്ടീൻ ആരെങ്കിലും കാണുന്നോ ഉള്ള ഒരു ഇത്, കാരണം എനിക്ക് യൂട്യൂബിൽ എന്താണ് എങ്ങനെയാണെന്നുള്ള ഒരു കാര്യങ്ങളും അറിയില്ല. അപ്പൊ ഞാൻ ഇട്ടതിന് ശേഷം അതിൽ കുറെ പേര് കമന്റ് ചെയ്യാൻ തുടങ്ങി, അതിൽ മെസ്സേജസ് വരാൻ തുടങ്ങി, അതിൽ കുറെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ അവരെ എണീക്കാൻ തുടങ്ങുന്നുണ്ട്. രാവിലെ എണീറ്റ് ജോലി ചെയ്യാനല്ല കേട്ടോ, പക്ഷെ അവരെ എണീറ്റ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ 5:30 6 മണിക്ക് വീട്ടിൽ നിന്ന് എണീറ്റ് ജോലി ചെയ്ത് പോകുന്ന ആൾക്കാർ പോലും അയ്യോ എന്ന് പറഞ്ഞ് എണീക്കുന്നവർക്ക് ഈ 6 മണിക്ക് എണീക്കാൻ ഒരു ഉത്സാഹം വരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയി. എനിക്ക് ആ റുട്ടീൻ ചെയ്യുമ്പോൾ ഉള്ള മെസ്സേജസ് കാണുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര സന്തോഷമായി. എനിക്ക് അപ്പൊ എന്നെ എന്താ പറയാ, എന്നെ അത് മൂവ് ഓൺ ചെയ്യാനായിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് ഇപ്പം ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞില്ല 3 കാറ്റഗറി ഓഫ് ഓഡിയൻസ് ആണ് നമുക്കുള്ളത്. ആദ്യത്തെ എൻ്റെ പാട്ട്, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ 3:30 AM മോർണിംഗ് റുട്ടീനിലെ ഓഡിയൻസ് ആണെങ്കിൽ, മൂന്നാമത്തത് ഇപ്പൊ അമ്മയുടെ കല്യാണത്തിന് ശേഷമുള്ളത് അമ്മയുടെ ഓഡിയൻസ് ആണ്, അല്ലെങ്കിൽ അമ്മയുടെ അങ്കിളിന്റെ ലൈഫ് എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഓഡിയൻസ് ആണ്. അപ്പൊ ഈ 3 രീതിയിലുള്ള സബ്സ്ക്രൈബ്സിനെയും സാറ്റിസ്ഫൈ ചെയ്തിട്ട് വേണം ഞാൻ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എപ്പോഴും പാട്ട് മാത്രം ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ബാക്കി ഓഡിയൻസിന് ഓഫ് കോഴ്സ് അവർ പാട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർ കേട്ടുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷെ അവർ പ്രതീക്ഷിക്കുന്നത്, എന്നെ നിന്ന് പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടെ വേറെ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ അങ്ങനത്തെ കാര്യങ്ങളോ എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ കുറെ ടോക്സ് ചെയ്യാറുണ്ടായിരുന്നു, ഈവൻ കുട്ടികളുടെ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഒക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ട്രെയിനിൽ പോയി, ഇപ്പൊ ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ പറയാം ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം. ഇപ്പൊ രാവിലെ കഴിഞ്ഞ ദിവസം ഞാൻ കൊല്ലത്ത് എക്സാം ഡ്യൂട്ടിക്ക് പോയ സമയത്ത് രാവിലെ ഞാൻ ട്രെയിനിൽ കയറിയ സമയത്ത് എന്നെ ഒരു ചേച്ചി വന്ന് സംസാരിച്ചു, എന്നിട്ട് പറഞ്ഞു ഞാനും ഇതേപോലെയാണ്, വീട് കോഴിക്കോടാണ്, എറണാകുളത്ത് നിന്ന് കോഴിക്കോട് പൊക്കോണ്ടിരിക്കുകയാണ്, അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഇവിടെ വേറൊരു കാര്യത്തിൽ വന്നതാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ചേച്ചി എടുത്ത് സംസാരിച്ചപ്പോൾ ചേച്ചിയോട് പറഞ്ഞു എനിക്ക്, അപ്പൊ ചേച്ചി പറഞ്ഞത് ഞാൻ 3:30 AM വ്ലോഗ്സ് കാണാറുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാണുമ്പോഴത്തേക്ക്. അപ്പം എനിക്ക് ഇങ്ങനെ എണീറ്റ് പോകാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഉത്സാഹമാണ് കേട്ടോ, അങ്ങനത്തെ വീഡിയോസ് ഇനിയും ചെയ്യണേ എന്നാണ് ആ ചേച്ചി എന്നോട് പറഞ്ഞത്. എന്നാൽ വൈകുന്നേരം ഞാൻ തിരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇവിടുന്ന് എറണാകുളത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ എറണാകുളം ഇറങ്ങാറായിട്ട് നിന്നപ്പോഴത്തേക്കും അവിടെ കമ്പാർട്ട്മെന്റിൽ അവിടെ ഒരു ആൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചേച്ചി നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനും നോക്കി ചിരിച്ചു. ഞാൻ പൊതുവെ എല്ലാവരും നോക്കി ചിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ നോക്കി ചിരിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ, വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഈ 2 ഓഡിയൻസും എന്റെ വീഡിയോ കാണുന്നത് ഒന്ന് എന്റെ 3:30 AM മോർണിംഗ് റുട്ടീനിൽ ഇഷ്ടപ്പെട്ടിട്ടാണ്, ബാക്കിയുള്ളവർ അമ്മയുടെ കാര്യങ്ങൾ പറയാനാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ അമ്മേനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അങ്കിളിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറയുന്നത് എന്റെ ഒരു ഡ്യൂട്ടി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഇവരുടെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവർ വരുന്ന സമയത്ത് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ കുറെ കമന്റ്സ് വന്നു, അമ്മയുടെ കല്യാണം കഴിഞ്ഞ് പൊടിയും തട്ടി പോയി, പിന്നെ ഒരു അനക്കവും ഇല്ലല്ലോ, നിങ്ങൾ അമ്മയെ വിളിക്കുന്നുണ്ടോ, അമ്മയ്ക്ക് സുഖമാണോ, അമ്മയുടെ വിശേഷങ്ങൾ എന്താ പറയാത്തെ. അപ്പൊ ഏത് വേറെ വീഡിയോ ചെയ്താലും ചോദിക്കുന്നത് അമ്മ എവിടെ, ഞങ്ങളൊരു ഫുഡ് കഴിക്കാൻ, ഞാനും എന്റെ ഹസ്ബൻഡും മോളും കൂടി ഒരു ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അമ്മ എന്തേ, അമ്മേനെ എവിടെ കൊണ്ടുപോകാത്തെ. പാലക്കാട് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഞാൻ വിഷു ആഘോഷിക്കാൻ പോയ സമയത്ത് പറയുന്നത് അമ്മ എവിടെ, അമ്മ എന്താ കൊണ്ടുപോകാത്തെ. അപ്പൊ അവരെല്ലാം ആലോചിക്കുന്നത് ആ സമയത്ത് അമ്മ എവിടെ, അമ്മയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്. ഇപ്പം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എനിക്കിപ്പോ കൊല്ലത്തുള്ള അമ്മയുടെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് എനിക്ക് ഇടാൻ പറ്റത്തില്ല. അവർക്കൊരു യൂട്യൂബ് ചാനൽ ഇല്ല, അങ്ങനെ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമില്ല. ഞാൻ പറഞ്ഞു നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ തന്നെ വീഡിയോസ് ഇടുന്ന് പറഞ്ഞാൽ അതിലൊന്നും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ അവരുടെ മോളുടെ ഉണ്ടല്ലോ, ഞങ്ങൾ വരുന്ന സമയത്ത് അതിലുള്ള വിശേഷങ്ങൾ ഞങ്ങൾ അതിലേക്കൂടെ പറയാം എന്നുള്ളത്. പിന്നെ ഈ വിഷുവിന് പോയ സമയത്താണെങ്കിലും ചോദിക്കുന്നായിരുന്നു അച്ഛനും അമ്മയും അങ്കിളും അമ്മ എവിടെ, അവരുടെ വിശേഷങ്ങൾ എന്താ പറയാത്തെ, അമ്മ എന്തുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയില്ലേ, എവിടെ പോയാലും അമ്മ എന്താ കൊണ്ടുപോകാത്ത എന്ന് ചോദിക്കുന്നവർക്കാണ് ഞാൻ വെച്ച അമ്മയുടെ വിശേഷങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ ഇവിടെ വന്നപ്പോൾ ഞാൻ വീഡിയോ ചെയ്തത്. എന്റെ പൊന്നോ, ഇത് ഇത്ര വലിയ കുരിശാവുന്ന ഞാൻ ആലോചിച്ചതേ ഇല്ല. കാരണം
വളരെ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മള്. അതില് എനിക്ക് അത് എവിടെ വേണമെങ്കിലും പറയാൻ പറ്റും. അത്രയും സത്യസന്ധമായിട്ട് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോ അമ്മ വന്ന് ഒരു അമ്മേനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്. എനിക്ക് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കുന്നില്ല, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇല്ല. അതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫുഡ് റുട്ടീനിനകത്ത് രാവിലെ വന്ന് ചീര അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഇതൊന്നും ഉണ്ടാക്കുന്നില്ല. ഇതെല്ലാം ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അമ്മ അതൊന്നും ചെയ്യുന്നില്ല. അമ്മ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പൊ ഇങ്ങനെ അല്ല അവരുടെ ഫുഡ് റുട്ടീൻ. ഇപ്പൊ ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ, ഒരു ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ അതിനോട് മട്ടനോ ചിക്കനോ ആയിരിക്കും കഴിക്കുന്നത്. അങ്കിൾ അത് മാത്രമായിരിക്കും കഴിക്കുന്നത്. ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിൾ എല്ലാ ഫുഡും കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അങ്കിൾ കഴിക്കുകയും ചെയ്യും. ഇപ്പൊ രോഹിതാണ് അങ്കിളിനോട് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ഡയറ്റ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഈവൻ അങ്കിളിന്റെ കയ്യിലുള്ള സ്മാർട്ട് വാച്ച് അവിടെ ഇരുന്ന് രോഹിത്തിന് മോണിറ്റർ ചെയ്യാൻ പറ്റും. അന്നത്തെ ദിവസം രോഹിത് അങ്കിൾ എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ രോഹിത് അപ്പം വിളിക്കും. ഇത്രയും സ്റ്റെപ്സ് നടന്നില്ലെങ്കിൽ അപ്പം രോഹിത് വിളിക്കും. അല്ലെങ്കിൽ ഫുഡ് എന്താന്ന് കഴിച്ചെന്നുള്ളത് ഈവൻ എവറി ടൈം ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോനാണുള്ളത്. അപ്പം അത്രയും കെയർ ചെയ്യുന്ന ഒരാള് ഒരിക്കലും അച്ഛന്റെ ഒരു എന്താ പറയാ, അച്ഛൻ എന്തെങ്കിലും വരട്ടെ, അല്ലെങ്കിൽ അച്ഛന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരട്ടെ, അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വരട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യത്തില്ലല്ലോ. നിങ്ങൾ അത്ര ആലോചിച്ചാൽ മതി. ഈ പറയുന്ന കുറ്റം പറയുന്ന ആൾക്കാർ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇത് എന്റെ അമ്മയാണ്, അല്ലെങ്കിൽ എന്റെയും എന്റെ ചേച്ചിയുടെയും അമ്മയാണ്. നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ അമ്മയെ നമ്മൾ എത്രത്തോളം നോക്കും, നിങ്ങളുടെ അമ്മയെ നിങ്ങൾ എത്രത്തോളം കാര്യമായിട്ട് സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അമ്മയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, അതേപോലെ തന്നെയല്ലേ ഞാനും എന്റെ ചേച്ചിയും എന്റെ അമ്മയും അമ്മയുടെ കാര്യങ്ങളും. ഇപ്പൊ കല്യാണം കഴിച്ചു വിട്ടു. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ കല്യാണത്തിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ് വിട്ടു, കല്യാണം ഓക്കെ അല്ലെങ്കിൽ തിരിച്ചു വന്നാല് ഇപ്പൊ ഞങ്ങൾ ആരും അമ്മയെ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. അമ്മയ്ക്ക് സ്വന്തമായിട്ട് അമ്മയ്ക്ക് വീടുണ്ട്, അമ്മയ്ക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്, അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അങ്കിളുടെ പൈസ വെച്ചിട്ട് ജീവിക്കേണ്ട ഒരാളല്ല അമ്മ. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ അമ്മയ്ക്ക് എന്തെങ്കിലും മേടിക്കണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ആ കാർഡ് കൊടുത്ത് അമ്മയ്ക്ക് മേടിക്കാൻ പറ്റും. പിന്നെ എന്റെ അമ്മയാണ്ട് പറയല്ല, ഒരു കാര്യം ഞാൻ പറയാം. അപ്പം അമ്മ അതായത് കല്യാണത്തിന് മുന്നേ വരെ അമ്മ കഴിച്ചുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞ അൺഹെൽത്തി ഫുഡാണ്. അതിലെപ്പോഴും എന്റെ ഹസ്ബൻഡ് സെന്തരനും അമ്മയും തമ്മിൽ അടി ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അൺഹെൽത്തി ഫുഡിനെ ഒട്ടും സപ്പോർട്ട് ചെയ്യാത്ത ആളാണ് എന്റെ ഹസ്ബൻഡ്. അപ്പൊ ഇവിടെ ആണെങ്കിലും പിയെ ഇപ്പം എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ഉള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡ്, ജങ്ക് ഫുഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ നമുക്ക് ബോട്ടിൽ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, ഈ പേര് ഞാൻ പറയുന്നില്ല, പല ബോട്ടിൽ ഡ്രിങ്ക്സിലും പ്രിസർവേറ്റീവ്സ് ഇല്ല, അല്ലെങ്കിൽ 100% നാച്ചുറൽ ആണെന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ഒരു പരസ്യം കണ്ടെങ്കിൽ എന്റെ അമ്മ പാവാതിൽ വീഴും. അമ്മ പറയും, മോനെ ഇതിന്റെ അകത്ത് ഇല്ലെന്നാണ് ഷാരൂഖ് ഖാൻ പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് ഇല്ലെന്നാണ് മമ്മൂട്ടി പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് വിശ്വാസമാണ്. നമ്മളെ കട്ടിനൊക്കെ ഇവർ പറയുന്നതാണ് അമ്മയ്ക്ക് വിശ്വാസം. അപ്പൊ അമ്മ എന്ത് ചെയ്യും, അതിങ്ങനെ പയ്യല് ഇതിങ്ങനെ വെക്കും, ഇങ്ങനെ കൂട്ടി 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 വെച്ച് അമ്മ കുടിക്കും. അപ്പൊ അതേപോലെ ഫുഡ് ആണെങ്കിലും അമ്മ ഈ പറയുന്നത് ഈ പ്രിസർവേറ്റീവ്സ് ഇല്ല എന്ന് അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവര് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അത് കഴിക്കും. അമ്മയ്ക്ക് ഭയങ്കര ധൈര്യമാണ്, പിന്നെ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇല്ലെന്നുള്ളത്. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ഒരാളെ കല്യാണത്തിന് ശേഷം അങ്കിള് മാറ്റിയെടുത്തു, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന പോലെ പ്രിസർവേറ്റീവ്സ് ഇല്ലാത്തത് അല്ലെങ്കിൽ ജങ്ക് ആയിട്ടുള്ള ഫുഡ്സ് മാറ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നു. എന്തോ ഇതുവരെ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന പല അസുഖങ്ങളും അമ്മയ്ക്ക് ഇല്ലാണ്ടായി, അമ്മയുടെ വേദനകൾ മാറി, അമ്മയുടെ മാനസികവും ശാരീരികമായിട്ടും അമ്മ ഭയങ്കര എനർജറ്റിക് ആയി വന്നതിന്റെ ഏറ്റവും നല്ല ഒരേ ഒരു കാരണം അങ്കിള് തന്നെയാണ്. അതെനിക്ക് എവിടെ വേണമെങ്കിലും ആരുടെ മുന്നിലും തുറന്നു പറയാൻ പറ്റുന്ന ഒരു കാര്യവും, അങ്കിളിനെ പേഴ്സണലി അറിയുന്ന ഒരാൾക്കാർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ കൊല്ലത്ത് പോയി തിരക്ക്, അല്ലെങ്കിൽ നിങ്ങൾ അങ്കിളിനെ അറിയാവുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും അങ്ങോട്ട് സങ്കടമാണ് അമ്മയുടെ, അയ്യോ ആ മനുഷ്യൻ അമ്മേനെ കൊല്ല ചെയ്യുവാണ്, എന്തൊക്കെ ഹെഡിങ്സ് ആണ് വന്നിരിക്കുന്നത്. രണ്ടാം കല്യാണം ഇത് ഭയങ്കര ദുർവിധിയായി പോയി, അല്ലെങ്കിൽ ആദ്യത്തെ ഭർത്താവിന്റെ ശാപമാണോ. എന്റെ പൊന്നോ, ഇതൊക്കെ ചെയ്തിരിക്കുന്ന ഈ ചേട്ടന്മാരുടെ അടുത്തും ചേച്ചിമാരുടെ അടുത്തും എനിക്ക് പറയാനുള്ള കാര്യം, കൊല്ലത്താണ് അവർ താമസിക്കുന്നത്. എന്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് ചെയ്ത് ഞാൻ അവരുടെ അഡ്രസ്സ് വരെ പറഞ്ഞുതരാം. അവിടെ ഉള്ള ആൾക്കാരെടുത്തോ എല്ലാം തിരക്കൂ. ജയപ്രകാശ് എന്നുള്ള വ്യക്തി എങ്ങനെയാണെന്നുള്ളതും പുള്ളിയുടെ രീതികൾ എങ്ങനെയാണെന്നും, അല്ലെങ്കിൽ ആ സഹോദരന്മാരെടുത്തോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നെയ്ബേഴ്സ് ഉണ്ടല്ലോ അവരുടെ അടുത്ത് പോയി നിങ്ങൾ തിരക്കി നോക്കും, ആ ഫ്ലാറ്റിലെ നെയ്ബേഴ്സിന്റെ അടുത്ത്. അപ്പം മനസ്സിലാവും ആ മനുഷ്യൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പം എനിക്കിതൊന്നും നമുക്ക് ആരുടെ അടുത്തും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഈ വീഡിയോ ഒന്ന് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഞാൻ വെച്ചാൽ എന്തിനു ഈ ക്ലാരിറ്റി കൊടുത്തിട്ട് ഇപ്പൊ എന്നാ കാര്യത്തിനാന്ന് പറഞ്ഞ് ഞാനങ്ങ് വിട്ടു. പക്ഷെ ഇത് എന്റെ അമ്മയ്ക്കൊരു വിഷമം ഫീൽ ചെയ്തു എന്ന് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അത് എന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതിനൊരു ക്ലാരിറ്റി മനസ്സിലാവുന്നവർ മനസ്സിലാക്കിയാൽ മതി, വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞ ചേട്ടന്മാരും ചേച്ചിമാരും ഇതിന് ഇപ്പൊ വേറെ ട്രോൾ വീഡിയോസ് ചെയ്താലും എനിക്കൊന്നുമില്ല, നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നുമില്ല. കാരണം നിങ്ങൾക്ക് എന്താണെങ്കിലും എന്റെ അച്ഛന്റെയും അല്ലെങ്കിൽ എന്റെ അങ്കിളുടെയും എന്റെ അമ്മയടുത്തുമുള്ള സ്നേഹത്തിനെക്കാട്ടിയും കൂടുതൽ ഞങ്ങളെ മക്കൾക്കുണ്ടാവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എന്തായാലും നിങ്ങളുടെ അമ്മയും അച്ഛനെയും നിങ്ങളെക്കാട്ടിയും കൂടുതൽ ഞാൻ സ്നേഹിക്കില്ല. അതേപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്, എന്റെ അങ്കിളിനെയും അമ്മയും അല്ലെങ്കിൽ എന്റെ അച്ഛനെയും അമ്മയും എന്നെക്കാട്ടിയും കൂടുതൽ നിങ്ങൾ ആരും സ്നേഹിക്കാൻ വരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ വരുന്നില്ല. ഇപ്പൊ അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി നോക്കാനും പോകുന്നില്ല. അപ്പൊ എന്തൊരു കാര്യത്തിനും അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിലും, അവർക്ക് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും, അവർക്ക് വയ്യായ്മയാണെങ്കിലും, അവരുടെ ദുഃഖത്തിലാണെങ്കിലും എന്തിലും ഞങ്ങൾ മാത്രമേ കൂടെ ഉണ്ടായിട്ടുള്ളൂ.
ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് പറയാം. ഈ കല്യാണം തന്നെ തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരുടെയും ഒപ്പീനിയൻ ചോദിച്ചിട്ടൊന്നുമല്ല ഈ കല്യാണം നടത്തിയത്. അവർക്ക് രണ്ടുപേർക്കും ഓക്കെ ആണോ, ദെൻ ഓക്കെ പ്രൊസീഡ്, ഞങ്ങൾ കൂടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഞാനും എൻ്റെ സിസ്റ്ററും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ കട്ടയ്ക്ക് ഒരുമിച്ച് നിന്നിട്ടാണ് ഈ കല്യാണം നടത്തി കൊടുത്തതെങ്കിൽ ഈ കല്യാണത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അത് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെ തിരിച്ച് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് കൊണ്ടുവരാൻ ഒരു മടിയില്ല. സമൂഹത്തെ പേടിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഇവരുടെ ശരിക്കുള്ള അങ്കിളിന്റെയും അമ്മയുടെയും ഒരു ഡേയിൽ അവർ കഴിക്കുന്ന, നോർമലി ഒരു ഡേയിൽ കഴിക്കുന്ന ഒരു ഫുഡിന്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവർ ചോറ് കഴിക്കുന്ന ദിവസങ്ങളുണ്ട്, അവർ ബിരിയാണി കഴിക്കുന്ന ദിവസങ്ങളുണ്ട്, അവർ പുറത്ത് പോയി ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഒരുപാട് അവർ ഈ മേ ബി കല്യാണത്തിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുന്ന അവിടെ നിന്ന് ചെന്നിട്ട് ഈ പറയുന്ന പോലെ ഡയറ്റ് ഫുഡും തൂക്കി പിടിച്ചോണ്ടൊന്നുമല്ല പോകുന്നത്. അവിടെ ചെല്ലുന്ന എന്ത് ഫുഡാണെങ്കിലും അവർ കഴിക്കും. ഇപ്പോൾ ഒരാൾ വീട്ടിൽ വിളിച്ച് ട്രീറ്റ് കൊടുക്കുന്നത് എല്ലാം കഴിക്കും. അവരുടെ വീട്ടിലേക്ക് ഒരാളെ ട്രീറ്റിനെ വിളിക്കുമ്പോഴത്തേക്ക് അവർ ഈ കൊടുക്കുന്നത് ഈ മട്ടൻ വേവിച്ചതും ചിക്കൻ വേവിച്ചതും അല്ല, അവർ വൃത്തിയായിട്ട് ഫുഡ് ഉണ്ടാക്കി തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം ഇതിന്റെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളും തെളിവുകളും ഒക്കെ എൻ്റെ ഉണ്ട്. പിന്നെ ഞാൻ വെച്ചു ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ കാണിച്ച് ഇത് ചെയ്തിട്ടുണ്ടേ അത് ചെയ്തിട്ടുണ്ടേ ഇതിങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, ഇത് ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. പക്ഷെ ജെനുവിൻലി അങ്കിളിനെയും അമ്മേനെയും ഇഷ്ടപ്പെടുന്നതും അയ്യോ ചേച്ചി ക്ഷീണിച്ചു എന്ന് പറയുന്നത്, ഒബ്വിയസ്ലി അമ്മയുടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ ഇഞ്ചസ് കുറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടില്ലെങ്കിൽ അമ്മയുടെ പൊതുവെ അമ്മ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ശരീരം. അത് ഈ ഫുഡിന്റെ തന്നെ ആയിരിക്കും. കാരണം അമ്മ ഇപ്പം ഷുഗർ കട്ടാണ്, പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളും ഇങ്ങനത്തെ ഈ ജങ്കും ആവശ്യമില്ലാത്ത കാർബ്സ് ആണെങ്കിലും വളരെ കുറച്ച് മാത്രം ഇടയ്ക്ക് കഴിപ്പ്. ദോശയാണെങ്കിൽ അമ്മ പറഞ്ഞല്ലോ ചിക്കനും മട്ടന്റെ കൂടെ ഒക്കെ അമ്മ ഒരു ദോശ ഒരു ചപ്പാത്തി ഒക്കെ കഴിക്കും. പക്ഷെ അതിപ്പോ നേരത്തെ ഒരു 2-3 ഒക്കെ ആണെങ്കിൽ അതെല്ലാം കുറച്ച് ഇപ്പൊ ഇങ്ങനെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് ഹെൽത്ത് വൈസ് ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും നല്ലത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു റുട്ടീനാണ് സ്ഥിരം ഫോളോ ചെയ്യുന്നെങ്കിലും ഇതിന്റെ ഇടയിൽ ഇവർ പല കാര്യങ്ങളും കഴിക്കുന്നുണ്ട്, പല കാര്യങ്ങൾക്കും പോവാറുണ്ട്, ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കാറുണ്ട്, ഫുഡ് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ്സ് ആണെങ്കിലും ഈ നോർമൽ ഈ പറയുന്ന പോലെ എല്ലാ വിധത്തിലുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? അല്ലാണ്ട് വീട്ടിലെ കുറച്ച് പാലേജിയുടെ ബിസ്ക്കറ്റ് മേടിച്ച് വെക്കുന്നതാണോ വീട്ടിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്? കുറച്ച് നട്ട്സ് നമ്മളൊക്കെ ചിലപ്പോൾ ആഗ്രഹിക്കാറുണ്ട്. എന്തെങ്കിലും എന്റെയൊക്കെ കുറച്ചുകൂടെ ചെറുപ്പത്തിലുള്ള സമയത്താണെങ്കിലും നമ്മൾ വെറുതെ ഇങ്ങനെ ചില വീട്ടിലൊക്കെ ഭയങ്കര ലക്ഷറി വീട്ടിലൊക്കെ വെറുതെ ഇങ്ങനെ കുപ്പിയിലെ നട്ട്സ് ഒക്കെ ഇങ്ങനെ അടുക്കി നമ്മുടെ മിക്സറും ചിപ്സും ഒക്കെ വെച്ചേക്കുന്ന പോലെ വെക്കുന്ന ഒരു സാധനം ഇവരുടെ വീട്ടിൽ എപ്പോഴും സുലഭമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത്രയും നല്ല ഫുഡല്ലേ എന്റെ അമ്മ കഴിക്കണേ, അല്ലെങ്കിൽ അത്രയും നല്ല ഹാപ്പി ആയിട്ടല്ലേ എന്റെ അമ്മേനെ ആങ്കിള് കൊണ്ട് നടക്കുന്നത്. ഞാൻ ഇതുവരെ എന്റെ അമ്മയുടെ കല്യാണത്തിന് ശേഷം അമ്മയുടെ കൈ പിടിച്ച് ഞാൻ എവിടെ നടന്നിട്ടില്ല. അന്ന് ആ കല്യാണം നടന്ന ആ സമയത്ത് അമ്മയുടെ കൈ പിടിച്ചപ്പോൾ അങ്കിൾ എന്നോട് പറഞ്ഞ കാര്യമാണ്, ഇനി ഞാൻ നോക്കിക്കോളാം, ഇനി അമ്മയെ പിടിക്കണ്ട ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞാണ്. അപ്പൊ എനിക്ക് ചെറിയൊരു അസൂയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും കുശുമ്പൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ പിന്നെ നിങ്ങൾ എന്നെ അമ്മയും ഞാനും കൂടെ പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്റെ പോക്കങ്ങ് പോവും. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഞാൻ എപ്പോഴും അമ്മേനെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് അമ്മേനെ, കാരണം അമ്മ വീഴരുത്, അമ്മയ്ക്ക് പ്രശ്നങ്ങളൊന്നും വരരുത്, അങ്ങനെ ഭയങ്കര ഞാൻ കെയറിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം അതിൽ അപ്പുറം കെയർ ചെയ്യുന്ന ഒരാളാണ് കൂടെ ഉള്ളത്. അമ്മ എപ്പോഴും ഇങ്ങനെ കൈ ലോക്ക് ചെയ്തിട്ടാണ് നടക്കുന്നത്. കാരണം അമ്മയ്ക്ക് വീഴരുത് അങ്ങനത്തെയൊക്കെയുള്ള ഭയങ്കര ശ്രദ്ധിച്ചും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അത്രയ്ക്ക് കെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 60-ാമത്തെ വയസ്സിൽ ഇവർക്ക് നല്ലൊരു കമ്പാനിയനെ രണ്ടുപേർക്കും കൊടുക്കാൻ പറ്റിയതിൽ ഒരു വലിയൊരു ആശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. അല്ല, എനിക്ക് ഒരു പെർസെൻറ്റേജ് പോലും എനിക്ക് റിഗ്രറ്റ്സ് ഇല്ല. കാരണം അത്രയും ഹാപ്പി ആയിട്ടാണ് എൻ്റെ അമ്മയും അങ്കിളും ഉള്ളത്. അപ്പം അത് എനിക്കും എൻ്റെ വീട്ടുകാർക്കും അല്ലെങ്കിൽ എന്നെ നമ്മളുടെ ചുറ്റുമുള്ള നമ്മുടെ നെയ്ബേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് റിലേറ്റീവ്സിനും ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഈ പറയുന്നവർ എവിടെയോ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു കാറിൻ്റെ അകത്ത് ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ അകത്തോ അല്ലെങ്കിൽ സ്റ്റുഡിയോൻ്റെ അകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഒരു മൈക്കിൻ്റെ ഫ്രണ്ടിൽ കുറേ കാര്യങ്ങൾ വിളിച്ച് പറയുമ്പം ചിലപ്പം അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടെങ്കിൽ അവർക്കും ഗുണം ഉണ്ടായിക്കോട്ടെ, കാരണം എല്ലാവരും നന്നായി വരട്ടെ എന്നുള്ളത്. പക്ഷെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ചോ വിഷമിപ്പിച്ചിട്ടോ വളരെ മോശമായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്ത് പറയുമ്പോഴത്തേക്കും ഒരു ഒരു എന്താ പറയാ, കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല. കാരണം അച്ഛന്റെ സ്ഥാനത്തുള്ള ഒരാളെ അയാള് അല്ലെങ്കിൽ അങ്ങേര് അയാൾക്ക് ഇട്ടൊരെണ്ണം കൊടുക്കൂ, ഇങ്ങനത്തേക്കുള്ള വളരെ നീചമായിട്ടുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് പറയുമ്പോഴത്തേക്കും അത് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് വിഷമം തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പൊ അമ്മേനെയും അങ്കിളിനെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ഒന്നുകൂടി ഞാൻ പറയാണ്, ടച്ച് വുഡ് അവർ വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ്, വളരെ 101% ഹാപ്പിയാണ്. അമ്മ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്മനെ നേരിട്ട് കാണുന്നവർക്ക് അറിയാം അമ്മ എത്രത്തോളം ഹാപ്പി ആണെന്നുള്ളത്. അപ്പം അവർ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. അവരിപ്പോൾ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതെന്താന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ അറിയിക്കാം. അങ്ങനെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പിന് അവർ പോകാനായിട്ട് അതിന്റെ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളായിട്ട് വെറുതെ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, നല്ലൊരു കാര്യം നടക്കുമ്പോഴത്തേക്കും ഇത് കുറേ ഇപ്പൊ
ഇപ്പൊ അന്നത്തെ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി, നമ്മൾ കല്യാണമൊക്കെ കഴിച്ചു വിട്ടു. അപ്പം ഈ കുറെ പേർക്ക് ഉണ്ടാവും ഈ കല്യാണം കഴിക്കാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ അവരുടെ മക്കൾ, ഇതിനെതിരെയുള്ള കുറെ മക്കളും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കോളമായി കിട്ടിയാൽ മതി. നിങ്ങളുടെ ആ ആഗ്രഹം നടക്കില്ല, കാരണം അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് കഴിക്കാനുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്, സ്നേഹവും കിട്ടുന്നുണ്ട്. എല്ലാം അമ്മ ആഗ്രഹിച്ച ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ തന്നെ അമ്മയ്ക്ക് ഈ ഒരു പ്രായത്തിൽ കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ കാര്യം. അപ്പം മനസ്സിലാക്കുക, എന്റെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഒന്നുകൂടി ഞാൻ പറയാണ്, ദേ വെരി ഹാപ്പി. അവർക്ക് വേണ്ടി ഇതുവരെ പ്രാർത്ഥിച്ചതുപോലെ തന്നെ മുന്നോട്ടും പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരെയും, നമ്മളെയും നിങ്ങളെയും. ഓക്കെ, താങ്ക് യു സോ മച്ച്.